ഓക്കെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊടുവായിരുന്ന് നെല്ലിയാമ്പതിക്ക് പോകുന്ന റോഡാണ് കേട്ടോ, ഈ കാണുന്ന റോഡ്. അപ്പോൾ കാക്കൂര് റോഡാണ്. അപ്പോൾ ഞങ്ങൾ പല്ലശ്ശേനയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ദൂരങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ ലെഫ്റ്റ് എടുത്തു നേരെ തച്ചങ്കോട് എത്തുന്ന ഒരു റോഡ് കേട്ടോ. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത തച്ചങ്കോട് ഉണ്ടല്ലോ, അവിടേക്ക് പോകുന്ന ഒരു റോഡാണിത്. മനോഹരമായ റോഡാണ് കേട്ടോ. രണ്ട് സൈഡും നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്. ഇതൊരു ബ്രിഡ്ജാണ് കേട്ടോ. അത് ഇവിടെ നല്ല രസമാണ് കേട്ടോ. അവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല എന്താ പറയുക, കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ വടിയിലൂടെ, അതായത് താഴെ കൂടെ കനാലൊക്കെ ഒഴുകുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയും ഒരുപാട് സിനിമ ആടൊക്കെ മെയിനായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇത് നമ്മളൊരു കാടിൻ്റെ നടുവിലൂടെ പോകുന്ന ഒരു ഫീലാണല്ലോ അവിടെ കിട്ടുന്നത്. അപ്പോൾ പല സിനിമകളിലും നിങ്ങൾ ഈ റോഡും ഈ പരിസരങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിലൂടെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നല്ലോ കോട്ടമലയൊക്കെ ഈ വഴിയാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ ഇതിലേ പോയി കഴിഞ്ഞാലാണ് നമുക്ക് കോട്ടമലയിൽ എത്തുന്നത് കേട്ടോ. നേരെ ആ മലയുടെ മേലെ കാണുന്നതാണ് കോട്ടമല. അപ്പോൾ അയ്യപ്പ സീസണിലൊക്കെ ഇവിടെ ഒരുപാട് എന്താ പറയുക പരിപാടികളൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ നേരെയാണ് കേസ് നമുക്ക് പോകേണ്ടത്. നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ല അടിപൊളി എന്താ പറയുക സീനറിക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു കൊച്ചു ഗ്രാമമാണ് നമ്മൾ ഈ കാണുന്നത്. നേരെ ഇപ്പോൾ നമ്മൾ തച്ചങ്കോട്, ഒരുപാട് സിനിമകളിലും പരസ്യങ്ങളിലൊക്കെ ഈ ബ്രിഡ്ജ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഈ റോഡും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കാണുന്നതാണ് കേസ് നേരെ തച്ചങ്കോടിക്ക് പോകുന്ന വഴി കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ പല്ലശ്ശേനക്കാവിലെത്തി ദേവിയെ തൊഴുതിട്ട് വെളിയിൽ വന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോസ് എടുക്കുന്നത്. ഉള്ളിലൊന്നും നമുക്ക് ക്യാമറയൊന്നും അലൗഡല്ല. ഇതാണ് നമ്മുടെ പാലക്കാട് ഫേമസ് ആയിട്ടുള്ള പല്ലശ്ശേനക്കാവ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൗമ്യ നേരെ കാണുന്ന ആ കടയിൽ നിന്ന് തേങ്ങയൊക്കെ വാങ്ങിയിട്ട് നമ്മളിവിടെ ഭൈരവസ്വാമിൻ്റെ അവിടെ തേങ്ങയൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ പല്ലശ്ശേനക്കാവിൽ വന്നൊരു സമയം നല്ലൊരു വൈബാണ് ഇവിടെ വന്ന വൈകുന്നേരങ്ങളിലേ. എന്താ ഫീല്. അപ്പോൾ ഞങ്ങൾ ഭഗവതിയൊക്കെ തൊഴുതി ഭൈരവസ്വാമിൻ്റെ അവിടെയൊക്കെ തൊഴുതിയിട്ട് ഇവിടെ ഒരു ആൽമരം ഉണ്ട് കേട്ടോ. അതിൻ്റെ താഴെ ഇരിക്കാൻ നല്ല അടിപൊളിയായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും അവിടെ നിന്ന് തൊഴുതി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് കുറേ നേരം ഇരുന്നിട്ട് പോകാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പാർക്കിങ്, നേരെ കാണുന്നതാണ് പാർക്കിങ്. വലിയൊരു പാർക്കിങ്ങും വലിയൊരു കുളമൊക്കെ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പാലക്കാടിലെ ഫേമസ് ആയിട്ടുള്ള മീൻകുളത്തി ഭഗവതി ക്ഷേത്രം കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ജനങ്ങൾ ഇവിടെ തൊഴുതാൻ വരാറുണ്ട് കേട്ടോ കേസ്. അപ്പോൾ നല്ല ശക്തിയുള്ള ദേവിയാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ പാലക്കാടുള്ള പല്ലശ്ശേനക്കാവിലേക്ക് വരിക. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ കേസ്. ഇപ്പോൾ പല്ലശ്ശേനക്കാവിലൊക്കെ പോയിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം എൻ്റെ പൊടിമോളുടെ സ്കൂളിൽ ആനുവൽ സെലിബ്രേഷൻ ഉണ്ട് കേസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അനുമോളും പൊടിമോളും പൊടിമോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ ഇവിടെ പഠിച്ചിട്ട് ഇപ്പോൾ കണ്ണാടി സ്കൂളിലാണ് കേസ്. അപ്പോൾ ആനുവൽ ഡേക്ക് പരിപാടി പൊടിമോളുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് കേട്ടോ. ഹലോ പെൻഷൻ നോക്കിയിട്ട്
10 நிக்குதுங்க. ஓகே, மொத்தமா வசூல் பண்ணிக்கிறேன். இந்த பொங்கல் நமக்கு சூப்பர் கலெக்ஷன்மா. யாரா நீ? என்ன பார்த்து தமிழ்நாட்டில் இந்த கேள்வியை கேட்குற ஆள். അപ്പോൾ ഒരുപാട് പാട്ടും ഡാൻസും സ്കിറ്റുകളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കേസ് പരിപാടിക്ക്. അപ്പോൾ ആ പരിപാടികളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പൊടിൻ്റെ ഡാൻസ് കണ്ട് ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു പോകാൻ കേസ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.